ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സുമി മുഫാസ് ടേസ്റ്റി കിച്ചൺ. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പുതിയ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇതിനു മുന്നേ ഞാൻ കുറച്ച് ടിപ്സ് ചെറിയ ചെറിയ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒന്ന് രണ്ട് നമ്മുടെ യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് ടിപ്സ് വീഡിയോകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളൊക്കെ അത് കണ്ടു കാണുമെന്നറിയാം. അപ്പോൾ ഇഷ്ടപ്പെടുന്ന വീഡിയോസൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മൾ തമ്പനയിൽ കണ്ടതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് നമ്മൾ ഇടുന്ന ഷോർട്സ് വീഡിയോയ്ക്കൊന്നും ഒട്ടും തന്നെ റീച്ചില്ല. അപ്പോൾ അത് പല കാരണങ്ങൾ കൊണ്ടാണ്. ഒന്നുകിൽ നമ്മൾ ഇടുന്ന ഷോർട്സിനും വീഡിയോസിനൊന്നും കണ്ടന്റ് അത്രയ്ക്ക് പെർഫെക്റ്റ് അല്ലാത്തത് കൊണ്ടാകാം. പക്ഷെ വേറൊരു മെയിൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ YT സ്റ്റുഡിയോയിൽ നമ്മൾ ഓൺ ആക്കേണ്ട ഒന്ന് രണ്ട് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ചിലവർക്ക് ചിലപ്പം പുതിയതായിട്ട് വരുന്ന നമ്മുടെ ഈ സോഷ്യൽ മീഡിയ യൂട്യൂബിലൂടെ വരുന്ന പുതിയ യൂട്യൂബേഴ്സ് ചിലപ്പോൾ അത് അറിയണമെന്നില്ല. അപ്പം അതിനെ സംബന്ധിക്കുന്ന ഒന്ന് രണ്ട് സംഭവങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു ഇത് നമ്മൾ ചെയ്യുന്നതോടുകൂടി നമ്മൾ ഇടുന്ന ഷോർട്സും വീഡിയോസും എല്ലാം യൂട്യൂബ് എന്ത് ചെയ്യും? റെക്കമെൻഡ് ചെയ്യാനായിട്ട് വെക്കും. അങ്ങനെ വെക്കുന്നതിലൂടെ നമ്മുടെ ഷോർട്സും വീഡിയോസിനൊക്കെ നല്ല രീതിയിലുള്ള റീച്ച് കിട്ടുകയും അതോടൊപ്പം നമ്മുടെ വ്യൂസും നമ്മുടെ സബ്സ്ക്രൈബൊക്കെ നല്ല രീതിയിൽ ഉയർന്ന് നല്ല ടോപ്പ് ലെവലിലൊക്കെ എത്താനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം, നമ്മൾ ഏത് വീഡിയോ ആയിക്കോട്ടെ, ഏത് ഷോർട്സ് ആയിക്കോട്ടെ, ഇതൊക്കെ ഇടുമ്പോൾ അതിൻ്റെ കണ്ടന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം തന്നെ നമ്മുടെ തമ്പനയിലും അങ്ങനെയുള്ള സംഭവങ്ങൾ. അപ്പോൾ അതൊക്കെ നമ്മൾ പല പ്രാവശ്യമായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു വീഡിയോയിലോട്ട് നമുക്ക് പോകാം. പക്ഷെ പോകുന്നതിന് മുന്നായിട്ട് ഒരു ചെറിയ കാര്യം, ഇതുവരെയും എൻ്റെ വീഡിയോ നിങ്ങൾ ആരും കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ഓൾ എന്നൊരു ഓപ്ഷൻ കൂടെ ഇനേബിൾ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിലോട്ട് പോവാണ്. നമ്മളപ്പോൾ ആദ്യം ഇതിനായിട്ട് നമ്മുടെ YT സ്റ്റുഡിയോ ആണ് നമ്മൾ എടുക്കുന്നത് അല്ലേ. അപ്പോൾ അതേ YT സ്റ്റുഡിയോ ഞാൻ ഓപ്പൺ ചെയ്തു. അതിൽ നമ്മുടെ ആ മേൽഭാഗത്ത് കാണുന്ന നമ്മുടെ പ്രൊഫൈൽ അറിയാമല്ലോ, നമുക്ക് ആ ഒരു പോർഷനാണ് നമ്മൾ ജസ്റ്റ് എടുക്കേണ്ടത്. ഇത് നമ്മൾ മേളിൽ നമ്മുടെ ആ ചാനലിൻ്റെ നമ്മുടെ പ്രൊഫൈൽ വരും. അപ്പോൾ ഇത് ഇങ്ങനൊരു പേജ് ഇവിടെ ക്രിയേറ്റ് ആവുകയാണ് അല്ലേ. നമ്മുടെ ഫോട്ടോ, നമ്മുടെ ചാനൽ നെയിം, അങ്ങനെയുള്ള സംഭവങ്ങൾ. അതിൽ സ്വിച്ച് അക്കൗണ്ടും പിന്നെ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ള രണ്ട് ഓപ്ഷനുണ്ട്. പിന്നെ സെറ്റിങ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ടത് സെറ്റിങ്സ് ആണ്. ആ ആരോയിലോട്ടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഒന്ന് രണ്ട് കുറേ ഓപ്ഷൻസ് ഇങ്ങനെ വന്നിട്ടുണ്ട്. അക്കൗണ്ട്, ചാനൽ, നമ്മുടെ കറൻസി, അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ, ഓഡിയൻസ്, കറൻസി, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഈ അക്കൗണ്ടിലെ പുഷ് നോട്ടിഫിക്കേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾ ആദ്യം കാണുന്നുണ്ടാവും. അതൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്യുക. അപ്പോൾ അതിൽ 4 ഓപ്ഷൻസ് ആണ് നമ്മൾ ഓൺ ആക്കി ഇടേണ്ടത്. ഇത് ചിലവർക്ക് ഓട്ടോമാറ്റിക്കലി ഇതായിരിക്കും. അപ്പോൾ ഇല്ലാത്തവർ ഇത് മസ്റ്റായിട്ടും ഇത് ഓണാക്കി തന്നെ ഇടുക കേട്ടോ. ഈ 4 നമ്മൾ ഓണാക്കി തന്നെ ഇടേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും നമ്മൾ ഓണാക്കിയതിന് ശേഷം പിന്നെ നമുക്ക് ആ മേലേക്ക് നോക്കിയേ, പുഷ് നോട്ടിഫിക്കേഷൻ്റെ തൊട്ട് താഴെയായിട്ട് കമൻറ്റ്സ് എന്നുള്ളൊരു സംഭവമുണ്ട്. ഈ കമൻറ്റ്സ് എന്നുള്ളത് നമ്മൾ ഓളാക്കി തന്നെ ഇടുക, ഓൾ എന്നുള്ള രീതിയിൽ ഇടുക. അതായത് നമ്മൾ ഇടുന്ന വീഡിയോസിന് മറ്റുള്ളവർ കണ്ട് കമൻറ്റ് ചെയ്യും. അപ്പോൾ കമൻറ്റ് ഇങ്ങനെ വരുമ്പോൾ ആ മൊത്തത്തിൽ നമ്മളുമായിട്ട് അവർ നമ്മുടെ വീഡിയോസുകൾ കൂടുതലായി കാണാനും അതിന് വേണ്ടുന്ന കമൻറ്റുകൾ തരികയും. പക്ഷേ നമ്മൾ ചെയ്യേണ്ട കാര്യം എല്ലാ കമൻസിനും നമ്മൾ റിപ്ലൈ കൊടുക്കുക. അപ്പോൾ ഇതാണ് ഈ പേജിൽ. ഇനി നമ്മൾ നേരെ ബാക്ക് അടിച്ചത് ഈ ഒരു ഷീറ്റിൽ ആ പെൻ ഐക്കൺ നമ്മൾ കണ്ടോ, വലത് ഭാഗത്ത് മേളിൽ ആ പെൻ ഐക്കൺ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു പേജാണ് വരുന്നത് അല്ലേ. നമ്മുടെ പ്രൊഫൈല്, പിന്നെ നമ്മുടെ ചാനൽ നെയിം, ഡിസ്ക്രിപ്ഷൻ അല്ലേ, ലിങ്ക്, പിന്നെ ഹോം ടാബ്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ്. അല്ല ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ എഴുതേണ്ട സംഭവങ്ങൾ, അതിൽ ലിങ്കിൽ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും നമുക്ക് ലിങ്ക് ചെയ്യാം. പിന്നെ ഹോം ടാബ് എന്നുള്ളൊരു ഓപ്ഷനാണ് താഴെ. ആ ഹോം ടാബിൻ്റെ അവിടെയായിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ 2 ഓപ്ഷൻ നമുക്ക് വരും. ആ ഹോം ടാബിൻ്റെ അവിടെ അത് ജസ്റ്റ് എടുക്കുമ്പോൾ 2 ഓപ്ഷനാണ്. എന്തൊക്കെയാണ്? ഹോം ടാബും ഫോർ യു എന്നുള്ളത്. ഇത് രണ്ടും നമ്മൾ ഓണാക്കി തന്നെ ഇടുക. ചിലപ്പോൾ ഒന്ന് ഓണായിരിക്കും, ചിലപ്പോൾ ഒന്ന് ഓൺ അല്ലായിരിക്കും അല്ലേ. ഈ ഹോം ടാബ് എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും കൂടുതൽ വ്യൂസ്
വ്യൂസ് ലഭിച്ച വീഡിയോകൾ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യും. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒത്തിരി വ്യൂസും ഒത്തിരി സബും കൂടും. അതാണ് അതിലൂടെ ചെയ്യുന്നത്. ഈ 4U എന്ന് പറയുമ്പോൾ ഇത് 1 ആയിട്ട് നമ്മുടെ വീഡിയോസ് ഇങ്ങനെ പോവുകയും അതുവഴി നമ്മുടെ ചാനൽ റീച്ച് ആവുകയും മോണിറ്റൈസേഷൻ നടക്കുകയും ചെയ്യും. ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ ഈ YT സ്റ്റുഡിയോയിൽ ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം നമ്മളെ യൂട്യൂബിലോട്ട് കയറുക. അപ്പോൾ YT സ്റ്റുഡിയോ നമ്മൾ ക്ലോസ് ചെയ്തു. ഇനി നമ്മളെ യൂട്യൂബ് ചാനൽ എടുക്കുക. ഈ യൂട്യൂബ് ചാനൽ നമ്മുടെ ഐക്കൺ എടുക്കുക, നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ എടുക്കുക. അത് ജസ്റ്റ് എടുക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും മേളിൽ വലതുവശത്തായിട്ട് ആ സെറ്റിങ്സ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾ കണ്ടോ? ആ സെറ്റിങ്സ് എന്ന ഓപ്ഷനിൽ നോട്ടിഫിക്കേഷൻ എന്നുള്ളൊരു സംഭവമുണ്ട്. ഈ നോട്ടിഫിക്കേഷൻ നമ്മളൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതേ നോക്കൂ, എല്ലാ ബട്ടണും നമുക്ക് എല്ലാം ഓണായി തന്നെ ഇരിക്കുക. ഒരെണ്ണം പോലും ഓൺ ആവാണ്ടിരിക്കരുത്. അപ്പം ഇത്രയും സംഭവങ്ങൾ YT സ്റ്റുഡിയോൻ്റെ ചെയ്യേണ്ട കാര്യങ്ങളാണ് നേരത്തെ പറഞ്ഞത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ യൂട്യൂബിൽ കയറിയിട്ട് ആ സെറ്റിങ്സിൽ നോട്ടിഫിക്കേഷൻ എടുത്തിട്ട് ഇത്രയും സംഭവങ്ങൾ നമ്മൾ ഓണാക്കിയിടുന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് എല്ലാം ഇവിടെ കഴിയാണ് അല്ലേ. അപ്പോൾ ഇത്രയും ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങൾ പുതിയ യൂട്യൂബേഴ്സ് ആയിട്ടുള്ളവർ ഇത് തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇത് ചെയ്തെങ്കിൽ മാത്രമേ നമ്മളിടുന്ന ഷോർട്സും വീഡിയോസൊക്കെ നല്ല രീതിയിൽ. അപ്പോൾ ഞാൻ ഈ ഫോൺ റെക്കോർഡിങ്ങിൽ കൂടെ നിങ്ങൾക്ക് കാണിച്ചിരുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് തന്നെയാണ് കരുതുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഇടുന്ന ഷോർട്സും നമ്മുടെ വീഡിയോസൊക്കെ നല്ല രീതിയിൽ തന്നെ റീച്ച് ആകും എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ എന്നിട്ടും നമുക്ക് റീച്ച് ആവുന്നില്ലെങ്കിൽ നമ്മുടെ കണ്ടന്റ് നമ്മൾ ഇടുന്ന ഒരു വീഡിയോയ്ക്കാണെങ്കിലും ഷോർട്സിനാണെങ്കിലും നമ്മൾ ഇടുന്ന കണ്ടന്റ് അത്ര പെർഫെക്റ്റ് അല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ എന്തായാലും പുതിയ യൂട്യൂബേഴ്സ് ആയിട്ടുള്ളവർ ഈ ഒരു കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മസ്റ്റ് ആയിട്ടും ചെയ്യുക. ആർക്കും അത് മിസ്സായി പോകണ്ട കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു ചാനൽ സുമി മുഫാസ് ടേസ്റ്റി കിച്ചൻ എന്ന ഈ ഒരു ചാനൽ എല്ലാവരും കാണുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. സബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ബെൽ ബട്ടൺ ഓൾ എന്നൊരു ഓപ്ഷനും കൂടെ ഇനേബിൾ ചെയ്യുക. അപ്പോൾ എൻ്റെ ഈ ഇടുന്ന വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും അതിന് നിങ്ങൾ ലൈക്കും നിങ്ങൾ കമൻറ്റും ഷെയറും ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഹൈപ്പ് കൂടെ എന്നുള്ള ഓപ്ഷൻ കൂടെ നിങ്ങൾ ചെയ്യണം കേട്ടോ. അപ്പം ആരും മറന്നു പോകണ്ട. നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.